നമസ്കാരം. രാവിലെയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി 9 മണി വാർത്ത തുടങ്ങുന്നു. തലക്കെട്ടുകൾ നോക്കാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരണങ്ങളിൽ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത് മരണകാരണമായെന്ന ആരോപണം. എമർജൻസി ഡോറിൽ ചെയിൻ വെച്ച് ലോക്ക് ചെയ്തൊക്കെയായിരുന്നു. അതൊന്ന് ചെയിന് തുറന്ന് ഒരു ഡോറ തുറക്കാൻ പറ്റുകയുള്ളൂ. വെന്റിലേറ്ററിലുള്ള രോഗിനെയൊക്കെ ഇതാക്കിയത്. ഇങ്ങോട്ട് വന്നപ്പോൾ വെന്റിലേറ്റർ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. അത്യാഹിത വിഭാഗത്തിൽ നിന്ന് മാറ്റുമ്പോൾ മരിച്ചത് 5 പേർ. താൽക്കാലിക വെന്റിലേറ്റർ സംവിധാനം ഒരുക്കിയിരുന്നുവെന്ന് ആശുപത്രിയുടെ വിശദീകരണം. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ മിന്നലാക്രമണം ഭയന്ന പാകിസ്ഥാൻ. പാക് അധീന കശ്മീരിൽ ഉണ്ടായിരുന്ന ഭീകരരെ മാറ്റി. റഫാൽ വിമാനങ്ങൾ അതിർത്തി ലംഘിച്ചെന്ന ആരോപണം. പാകിസ്ഥാന്റെ ഭയം കൊണ്ടുള്ള ആരോപണമെന്ന് കേന്ദ്രം. കെപിസിസിയിൽ നേതൃമാറ്റമില്ല. കെ സുധാകരൻ തുടരാൻ നിർദ്ദേശം നൽകി ഹൈക്കമാൻഡ്. കെപിസിസി ഡിസിസി പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാനും നിർദ്ദേശം. സംസ്ഥാനത്ത് 5 ദിവസം കൂടി ശക്തമായ മഴ തുടരും. കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് രൂക്ഷമായ വെള്ളക്കെട്ട്. വടക്കൻ ജില്ലകളിൽ വൻ നാശനഷ്ടം. ബജ്രംഗ് ദൾ നേതാവിന്റെ കൊലപാതകത്തെ തുടർന്ന് മംഗളൂരുവിൽ അതീവ ജാഗ്രത. സുഹാസ് ഷെട്ടിയെ കൊന്നവരെ കണ്ടെത്താനായില്ല. സ്ഥലത്ത് നിരോധനാജ്ഞ തുടരുന്നു. ഗോവയിൽ തിക്കിലും തിരക്കിലും പെട്ട 7 മരണം. അപകടം ഷിർഗാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ 50ഓളം പേർക്ക് പരിക്ക്. ഐപിഎല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഗുജറാത്തിന് ജയം. ശുഭ്മാൻ ഗില്ലിനും ജോസ് ബട്ട്ലർക്കും അർദ്ധ സെഞ്ചുറി. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് സൂപ്പർ പോരാട്ടം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പൊട്ടിത്തെറി ഉണ്ടായ ശേഷം രോഗികൾ മരിച്ചതിൽ അവ്യക്തത തുടരുകയാണ്. പുക ശ്വസിച്ചാണ് മരണമെന്ന് ബന്ധുക്കൾ പരാതി ഉന്നയിച്ച സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയേക്കും. 3 പേർ ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന ടി സിദ്ദിഖ് എംഎൽഎയുടെ ആരോപണം ശരിവെക്കുന്നതാണ് മരിച്ചവരുടെ ബന്ധുക്കൾ നൽകുന്ന പ്രതികരണം. എന്റെ സിസ്റ്റർ ഐസിയുലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു അവിടുന്ന് ഒരു പൊട്ടലും ഇതൊക്കെ വന്നത്. അപ്പോൾ പിന്നെ ഭയങ്കര പുക ഇതൊക്കെ ആയിട്ട് വന്നു. പിന്നെ അപ്പോൾ എല്ലാവരെയും അവിടുന്ന് വേഗം മാറ്റാൻ ആദ്യം കുറേ പേഷ്യൻറ്റിൻ്റെ കൂടെ കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങൾ വേഗം ഒരു സൈഡിൽ കൂടെ പുറത്തിറക്കി. അവിടെ അങ്ങനെ നോക്കുമ്പോൾ എമർജൻസി ഡോറിൽ ചെയിൻ വെച്ച് ലോക്ക് ചെയ്തൊക്കെയായിരുന്നു. അതൊന്ന് ചെയിന് തുറന്ന് ഒരു ഡോറ തുറക്കാൻ പറ്റുകയുള്ളൂ. അതിൽ കൂടെ ആൾക്കാരെ ഇതാക്കി. പിന്നെ ഐസിയുലുള്ള പേഷ്യൻറ്റിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല ആ ഡോറിൽ കൂടെ. എന്നിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ പോയിട്ട് ഒരു ഡോറ് ചവിട്ടി എല്ലാവരും കൂടി ചവിട്ടി പൊളിച്ചിട്ടാണ് വെന്റിലേറ്ററിലുള്ള രോഗിനെയൊക്കെ ഇതാക്കിയത്. ഇങ്ങോട്ട് വന്നപ്പോൾ വെന്റിലേറ്റർ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. എന്നിട്ട് നേരെ എടുത്തിട്ട് മുറ്റത്ത് അവിടെ പുറത്ത് കൊണ്ടുപോയി വെക്കുന്നു. എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആംബുലൻസ് വന്നിട്ട് ഇങ്ങോട്ട് ഐസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അതുവരെ വെന്റിലേറ്റർ സഹായം ഇല്ലാതായിരുന്നു നിന്നത്. ഒരു അനാസ്ഥ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പറയുന്ന പുറത്തുനിന്ന് വന്ന രോഗികളുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ്, അതേപോലെ തന്നെ നഴ്സുമാർ. ആ ഒരു 15 മിനിറ്റ് ടൈം, ആ ഒരു സമയം ആണ് ഇവരെ ഈ ശരിക്കും അവരെ ജീവൻ എടുക്കാനുള്ള ഒരു കാരണം. കാരണം അതിനുള്ള സംവിധാനങ്ങൾ ഐസിയുൽ വെന്റിലേറ്ററിലുള്ള ഒരു രോഗിനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടാൽ സംഭവിക്കുന്നത് അത് ഇവിടെ ഐസിയുയിലേക്കാണ് മാറ്റുന്നത്. ഇവിടെ മറ്റൊരു ഇതിലേക്ക് ഐസിയുയിലേക്കാണ് മാറ്റുന്നത്. ഐസിയുയിൽ ഈ പറഞ്ഞ വെന്റിലേഷൻ സൗകര്യങ്ങളില്ല. അപ്പോൾ അതൊരു കാരണമാണ്. ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായ ശേഷം 5 മൃതദേഹമാണ് മോർച്ചറിയിലേക്ക് മാറ്റിയത്. എന്നാൽ പുക ഉയർന്നതിനെ തുടർന്നുള്ള മരണമല്ല ഇവ എന്നാണ് മെഡിക്കൽ കോളേജ് നൽകുന്ന വിശദീകരണം. സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യാൻ മെഡിക്കൽ ബോർഡിന്റെ യോഗം ഇന്ന് ചേരും. ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട്ടേക്ക് എത്തും. മാനുവൽ വെന്റിലേറ്റർ സൗകര്യം കൊടുത്താണ് രോഗികളെ മാറ്റിയതെന്ന് അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാർ പറയുന്നുണ്ട്. UPS മുറിയിൽ നിന്ന് മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ ആരെങ്കിലും അകത്ത് കുടുങ്ങിയതായിരിക്കുമെന്ന് കരുതി. എന്നാൽ പിന്നീട് വലിയ പൊട്ടിത്തെറി ഉണ്ടായി. പൊട്ടിത്തെറിക്ക് മുൻപ് 3 തവണ വോൾട്ടേജ് വ്യതിയാനം അനുഭവപ്പെട്ടുവെന്നും നഴ്സുമാർ പ്രതികരിച്ചു.
7:50 8 o'clock മുന്നേ തന്നെ ഒരു UPS റൂമിൽ നിന്നൊരു മൈൽഡ് സ്മോക്കും പിന്നെ ഒരു സൗണ്ടും കേൾക്കുമെന്ന് പബ്ലിക് പറയാൻ തുടങ്ങി. നമ്മൾ PROസും ഷിഫ്റ്റ് ടീം നഴ്സിംഗിൻ്റെ ടീം ലീഡേഴ്സും ബാക്കി സെക്യൂരിറ്റിനെ കൂടി ഞങ്ങളവിടെ പോയി നോക്കി. മൈൽഡ് സ്മോക്കും വരുന്നുണ്ട്, ഉള്ളിൽ നിന്ന് ഒരു നോക്ക് സൗണ്ടും കേൾക്കുന്നുണ്ട്. നമുക്കൊരു സംശയം ഉള്ളിൽ ആരെങ്കിലും ട്രാപ്പായി പോയിട്ടുണ്ടോ എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നോക്കിംഗ് സൗണ്ടും സ്മോക്കും കൂടി വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ PRO ഉണ്ടായിരുന്നു, സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, എയ്ഡ് പോസ്റ്റിലെ പോലീസ് ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് പറയുക വോളണ്ടിയേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ബ്രേക്ക് ചെയ്തു, ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് UPS റൂമിലേക്ക് ഫയർ എക്സ്റ്റിങ്ക്വിഷർ പുഷ് ചെയ്തു. കാരണം സ്മോക്ക് നന്നായി വരാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഉള്ളിൽ ആളില്ല, ഈ ഫോഴ്സ് കൊണ്ടുള്ള ശബ്ദമാണ്. പെട്ടെന്ന് തന്നെ ഈ ഒരു ബ്ലാക്ക് സ്മോക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണ് തൊട്ടടുത്ത് മെഡിസിൻ റെഡ് ഏരിയയിൽ ഏറ്റവും. പിന്നെ നമുക്കുള്ള ആകെയുള്ള വഴിയാണ് പേഷ്യൻ്റ് ഇവാക്യുവേറ്റ് ചെയ്യാണ്. കാരണം പെട്ടെന്ന് തന്നെ ഇത് ഈ എന്ത് സ്മോക്കാണെന്ന് അറിയില്ല, ഒരു ബ്ലാക്ക് സ്മോക്ക് സ്പ്രെഡ് ആവാനും തുടങ്ങി. നമുക്ക് തന്നെ പെട്ടെന്ന് ചോക്കിങ് വരാൻ തുടങ്ങി. പിന്നെ പേഷ്യൻസിന് ഹൈലി ക്രിട്ടിക്കൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ വെന്റിലേറ്റർ പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ മാനുവൽ ബ്രീത്തിങ് യൂണിറ്റ് യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് എത്തിക്കാൻ തുടങ്ങി. അങ്ങനെ വെന്റിലേറ്റർ അല്ലതും അല്ലാത്ത ആംബുലേറ്ററി പേഷ്യൻസിനൊക്കെ 4 ഏരിയ, അതായത് നമുക്ക് ടോട്ടൽ 4 ഏരിയ ആണുള്ളത്. 2 റെഡ് ഏരിയ, ബാക്കി 2 യെല്ലോ ഏരിയ. അവിടുന്ന് പേഷ്യൻസിനെ പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ ഇരുന്ന് EDICയിലും ഡോക്ടേഴ്സും ബാക്കി സെക്യൂരിറ്റി എല്ലാവരും കയറി ചെന്നിട്ട് ഇവാക്യുവേഷൻ തുടങ്ങി. ഞങ്ങൾ നൈറ്റിന് വന്നായിരുന്നേ, 7:30 നൈറ്റ് ഷിഫ്റ്റ് തുടങ്ങുക. ആ സമയത്ത് നമ്മൾ ഓവറൊക്കെ എടുത്ത് കഴിഞ്ഞ് കുറച്ച് 7:50 ആയപ്പോൾ തന്നെ UPS റൂമിൽ നിന്ന് പുക വരുന്നുണ്ട് നമ്മുടെ അടുത്ത് ബൈസ്റ്റാൻഡേഴ്സും പിന്നെ സ്റ്റാഫൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അർജുൻ ബ്രദറും കൂടെ പോയി നോക്കി. അപ്പോൾ അതിനകത്തുനിന്ന് UPS റൂമിനകത്തുനിന്ന് ആരോ മുട്ടുന്ന പോലെയാണ് തോന്നിയത്. അതിൻ്റെ അടിയിലൂടെ പുകയൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. ആരോ മുട്ടുന്ന സൗണ്ട് ഇങ്ങനെ കേട്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ അകത്ത് ആരോ പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, അതിൻ്റെ അകത്ത് ആരോ ഉണ്ട് തോന്നുന്നു. എന്നാൽ പിന്നെ അത് തുറക്കാമെന്ന് പറഞ്ഞു. അത് ചവിട്ടി തുറക്കാൻ ലോക്കായിരുന്നു, ചവിട്ടി പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള ഫ്യൂംസ് മൊത്തം പുറത്തോട്ട് വരാനില്ല. അതിശക്തമായിട്ട് ഇങ്ങനെ പുറത്തോട്ട് വന്നപ്പോൾ നമ്മൾ ഫയർ എക്സ്റ്റിങ്ഷർക്ക് വെച്ചിട്ട് നോക്കിയാൽ കഴിയില്ല. അപ്പം ശക്തമായി പുക അങ്ങോട്ട് പുറത്തേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കാൻ ഒരാൾക്ക് നിർദ്ദേശം കൊടുത്തതിന് ശേഷം ആൾക്കാരെ മൊത്തം ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. പിന്നെ പേഷ്യൻസിൻ്റെയും ബൈസ്റ്റാൻഡേഴ്സിൻ്റെയും എല്ലാവരും സഹായത്തോടെ തന്നെ ആൾക്കാരെ പുറത്തോട്ട് എത്തിക്കുകയാണ് ചെയ്തത്. വെന്റിലേറ്റർ പൊട്ടിത്തെറിയായൊരു സൗണ്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. അതിൽ ചെറുങ്ങനെ മുട്ടുന്നത് പോലെയാണ് തോന്നിയത്. ആരാ അങ്ങനെ അതായത് ഈ ഫ്യൂംസിന്റെ പ്രഷർ കാരണം ഈ ഡോറ് ഇളകിയതാണ്. പിന്നെ അങ്ങനെയാണ് പറഞ്ഞത്. അകത്തോട്ട് അങ്ങോട്ട് പോകാനുള്ളതില്ല, ഫുള്ളും ഫ്യൂംസ് ഇങ്ങനെ ശക്തിയിൽ ഇങ്ങോട്ട് വരികയാണ്. ഇതിനിടെ ആശുപത്രി അധികൃതർക്ക് വീഴ്ച ഉണ്ടായതായും സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് DCC അധ്യക്ഷൻ K. പ്രവീൺ കുമാർ രംഗത്ത് വന്നു. കലക്ടറെയും പ്രിൻസിപ്പാളെയും ഞങ്ങൾ ശ്രദ്ധയപ്പെടുത്തുകയാണ്. അന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ടല്ലോ, ഈ കോമ്പൗണ്ട് പൂർണ്ണമായും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇന്നൊരു കന്മതിൽ പൊളിച്ചിട്ടാണ് ആംബുലൻസ് കൊണ്ടുപോയത്. അവിടെ പൂർണ്ണമായും മതിൽ കെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ NG യൂണിയൻകാരാണ് അതിനുവേണ്ടി പ്രശ്നം ചെലുത്തിയ നിർബന്ധി ചെയ്യിച്ചിരുന്നത്. അന്നേ ഞങ്ങൾ പറഞ്ഞു ഇത് അപകടമാണ്. അപ്പോൾ പറഞ്ഞു അത് അപകടം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ കണ്ടില്ലേ, ഈ കന്മതിൽ ഒന്നിച്ച് കെട്ടുന്നതിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരിട്ട് പോയി കലക്ടറോട് പ്രിൻസിപ്പളോട് പറഞ്ഞു ചെയ്തെന്ന് പറഞ്ഞാണ്. റാമ്പിന്റെ അകത്ത് മാലിന്യ കുമ്പാരമാണ്. ഇവിടെ PWD ആണ് മെയിൻ്റെനൻസ് ചെയ്യേണ്ടത്. നിരവധിയായ തവണ ഞങ്ങൾ പറഞ്ഞാണ് മെയിൻ്റെനൻസ് നടക്കുന്നില്ല. ഒരു കുഴപ്പമില്ല പ്രിൻസിപ്പൾ പറഞ്ഞിരുന്നു. മാത്രമല്ല ഇന്നത്തെ സൂപ്രണ്ട് ഈ വിവരം പറഞ്ഞ് ഞങ്ങളൊക്കെ വിളിച്ചപ്പോൾ, ഞാനും MP ഒക്കെ വിളിച്ചപ്പോൾ നിസ്സാരവൽക്കരിക്കുന്നത് തെറ്റത്. പക്ഷെ പ്രിൻസിപ്പളും മറ്റാളുകളെ കൂടെ വളരെ നന്നായി സേവനം നടത്തി. അത് ഞാൻ മോശം പറഞ്ഞില്ല. പക്ഷെ സൂപ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ അലംഭാവം, അധികൃത ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് അലംഭാവം, അതൊക്കെ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞത്, ഇതിന്റെ പ്രതിരോധ പ്രവർത്തനത്തിലുണ്ടായ തടസ്സങ്ങളും അന്വേഷണ വിധേയമാക്കണം. ആരോഗ്യമന്ത്രി സ്ഥലത്തെത്തി നേരിട്ട് അടിയന്തരീക്ഷണം. ഇതൊരു എമർജൻസി വിഷയമല്ലേ, അവർ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചാൽ മതിയോ? അവർ തന്നെ എന്റെ അഭിപ്രായത്തിൽ ഇന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കണം. ആരോഗ്യമന്ത്രി ഉച്ചയ്ക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് എവിടെ നിന്നൊക്കെ ആളുകൾ വരും നിങ്ങൾ അറിയിക്കും. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, അത് അത്ര പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അടങ്ങുമെന്ന് തോന്നുന്നില്ല. കാരണം വളരെ ഗുരുതരമായ ഒരു ആരോപണം മരിച്ച നസീറയുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. അത് അവിടെ സെക്യൂരിറ്റി ജീവനക്കാരും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ സഹായിക്കാൻ വന്നില്ല. ഏതാണ്ട് താഴിട്ട് പൂട്ടിയതുമാതിരിയുള്ള എമർജൻസി ഡോറുകൾ തല്ലിപ്പൊളിച്ചാണ് അവർക്ക് ഇവരെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നതാണ്. മറ്റ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്തായിരുന്നാലും ശരി, ഇത്തരത്തിൽ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ വെന്റിലേറ്റർ സൗകര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ആരോപണങ്ങളൊക്കെ വന്നതിന് ശേഷം ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത് എന്താണ്?
ശ്രീജ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഒരു വിശദീകരണം തന്നിട്ടില്ല. പക്ഷേ നമ്മൾ നേരത്തെ ബന്ധപ്പെട്ടപ്പോഴും ഈ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ മരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങളുള്ള സാഹചര്യത്തിൽ മുഴുവൻ മൃതശരീരങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ മെഡിക്കൽ ലീഗൽ കേസുകളായ ഒരു തൂങ്ങിമരണവും ഒരു വിഷം കഴിച്ചുള്ള മരണവുമാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി നിശ്ചയിച്ചിരുന്നത്. മറ്റ് കേസുകൾ അർബുദ ബാധിതരും ഒപ്പം ഈ കരളിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായവരൊക്കെയാണ് മരിച്ചതെന്നാണ് ആശുപത്രി അത് വിശദീകരിച്ചത്. എന്നാൽ ഇതിൽ തൂങ്ങി മരിച്ചു അല്ലെങ്കിൽ വിഷം കഴിച്ച് മരിച്ചു എന്ന് പറയുന്ന നസീറയുടെ ബന്ധുക്കളോടാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. അവർ തന്നെ വിശദീകരിക്കുന്നത് ആശുപത്രിക്കുള്ളിൽ നടന്ന കാര്യങ്ങൾ കൃത്യമായി പറയുകയാണ്. ഈ വെന്റിലേറ്റർ സൗകര്യത്തോടുകൂടി ഐസിയുവിൽ കിടക്കുന്ന രോഗിയെ പെട്ടെന്ന് പുറത്തേക്ക് മാറ്റണമെന്ന് വന്നപ്പോൾ പോലും അത് കതക് തുറന്ന് പുറത്തേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിൽ എമർജൻസി വിൻഡോ അല്ലെങ്കിൽ എമർജൻസി ഡോറ് പൊളിച്ച് പുറത്തേക്ക് എത്തിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതിനുശേഷം ഏതാണ്ട് 10 മിനിറ്റോളം എടുത്ത് താഴേക്ക് ഈ ആളുകളെ കൊണ്ടുവരുന്നതിനും പിന്നീട് ആംബുലൻസിൽ കയറ്റി അടുത്തുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഐസിയുയിലേക്ക് കൊണ്ടുപോകാൻ ഈ 10 മിനിറ്റ് ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണെന്ന് പറയേണ്ടി വരും. കാരണം കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്ത് ജീവൻ നിലനിർത്തുന്ന രോഗിയാണ്. അതുകൊണ്ട് അവരെ എത്തിക്കാൻ ഉണ്ടായിരിക്കുന്ന ഈ താമസം അല്ലെങ്കിൽ ഈ മറ്റു താൽക്കാലിക സംവിധാനത്തിൽ നിന്നും സ്ഥിരമായ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നതിനുണ്ടായ ഈ കാലതാമസം വലിയ പ്രതിബന്ധം തന്നെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. നേരത്തെ ജീവനക്കാരൊക്കെ സംസാരിച്ചപ്പോഴും അവർ താൽക്കാലിക വെന്റിലേറ്റർ സംവിധാനം നൽകിയാണ് രോഗികളെ മാറ്റിയതെന്നും പറയും. പക്ഷേ അപ്പോഴും ഈ മാനുവൽ സംവിധാനം എന്ന് പറയുന്നത് ഒരു ബോൾ മാതിരിയുള്ള സംവിധാനമാണ്. അതിൽ വഴിയാണ് ചെറിയ തോതിൽ ഈ ശ്വാസോച്ഛ്വാസം വരിക. എന്തായാലും അത് ഈ കൃത്രിമ സംവിധാനങ്ങളോട് കിടപിടിക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ട പര്യാപ്തമായൊരു സംവിധാനമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ രോഗികൾ 1-2 പേർ മരിച്ചാണ് കൊണ്ടുപോയതെന്ന് ഇന്നലെ ദൃക്സാക്ഷികൾ തന്നെ നമ്മളോട് ഇവിടെ വെച്ച് പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് നസീറയുടെ കുടുംബം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാലും ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ അന്വേഷണം വേണ്ടിവരും. നിലവിൽ ഈ കാഷ്വാലിറ്റി ബ്ലോക്കിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുന്ന അവസ്ഥയാണ്. എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഇതിനുള്ളിൽ ഉണ്ടായി എന്ന് തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഒന്ന്, ഈ തീപിടുത്തം മൂലം ഈ UPS മുറിയിലും സെർവർ മുറിയിലും ഉണ്ടായിരിക്കുന്ന നാശനഷ്ടം എങ്ങനെ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു, എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നിവയൊക്കെ അന്വേഷിക്കണം. ഒപ്പം രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി വളരെ തിടുക്കപ്പെട്ടുള്ള ഒരു ആക്ഷനാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കർമ്മ പദ്ധതിയാണ് നടന്നിരുന്നത്. അതുകൊണ്ട് മറ്റ് ആശുപത്രി ഉപകരണങ്ങൾക്കോ അല്ലെങ്കിൽ ആശുപത്രിയിലെ മറ്റ് സംവിധാനങ്ങൾക്കൊക്കെ തകരാറ് വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള പരിശോധന നടത്തേണ്ടതുണ്ട്. ഓരോ വിഭാഗങ്ങളിലായി ആളുകളൊക്കെ ഇവിടേക്ക് ഉദ്യോഗസ്ഥരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. നിരവധി ഡിപ്പാർട്ട്മെന്റുകളോട്. നിങ്ങളൊക്കെ ഇവിടുത്തെ ജീവനക്കാരാണ്? ഞാൻ ഇവിടുത്തെ വാളണ്ടിയറാണ്. നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇവരൊക്കെ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. ഈ സന്നദ്ധ പ്രവർത്തകരും ആശുപത്രി ജീവനക്കാരും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തി. അതുകൊണ്ട് തന്നെയാണ് പരമാവധി ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, സ്കാനിംഗ് അടക്കമുള്ള ന്യൂറോളജി അടക്കമുള്ള പലതരം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ്. അതുകൊണ്ട് അത്തരം എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ എന്താണ് നാശനഷ്ടത്തിന്റെ തോത് എന്നതിനെക്കുറിച്ചുള്ള വിലയിരുത്തലൊക്കെ ഇനി ആവശ്യമുണ്ട്. 11 മണിയോടുകൂടി ആരോഗ്യമന്ത്രി ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു അവലോകന യോഗം ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കും. അതിൽ ഈ അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം, അപകടത്തിന് ശേഷം കൈക്കൊണ്ട നടപടികൾ, ഏതൊക്കെ രോഗികൾ ഏതൊക്കെ ആശുപത്രിയിലാണുള്ളത്, ആശുപത്രിയിൽ കഴിയുന്ന ആളുകളുടെ ആരോഗ്യനില സംബന്ധിച്ച വിശദീകരണം, മരണപ്പെട്ട ആളുകൾ മരിച്ച സമയം, ഈ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഈ അപകടം നടക്കുന്നതിന് മുമ്പാണോ മരണം സംഭവിച്ചത്, അതോ ഈ ആശുപത്രിയിൽ നിന്നും മറ്റിടത്തേക്ക് മാറ്റുന്നതിനിടെയാണോ അപകടം നടന്നത് എന്ന് സംബന്ധിച്ചൊക്കെയുള്ള കൃത്യമായ വിശദീകരണം ആ യോഗത്തിൽ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഏറ്റവും ഒടുവിൽ നൽകിയ ഔദ്യോഗികമായ വിശദീകരണം പുക ശ്വസിച്ച് മൂലമല്ല മരിച്ചിരിക്കുന്നത്, മറ്റ് പ്രശ്നങ്ങളുള്ള ആളുകളാണ്, അതായത് അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ കഴിഞ്ഞ ആളുകളാണ് മരിച്ചത്. അത്തരമൊരു പിഴവുണ്ടായിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായപ്പോൾ ഈ ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള നീക്കമുണ്ടായി. മറ്റു ഗുരുതരാവസ്ഥയിലുള്ള രോഗികളൊക്കെ എല്ലാ ആശുപത്രികളും സുരക്ഷിതരായി തന്നെ കഴിയുന്നു എന്ന വിവരവുമാണ് നൽകുന്നത്. ശ്രീജ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. എന്തായാലും ആരോഗ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉച്ചയാവുമ്പോഴത്തേക്ക് ആരോഗ്യമന്ത്രി കോഴിക്കോട്ടെത്തും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ വലിയ പ്രതിഷേധവുമായി കോൺഗ്രസ് അടക്കം രംഗത്ത് വരുന്നു. DCC പ്രസിഡന്റ് ആശുപത്രി അധികൃതർക്ക് വലിയ വീഴ്ച തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ശ്രീ MK രാഘവൻ MP നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലൂടെ.
ശ്രീ എം കെ രാഘവൻ, ഇന്നലെ രാത്രി ഉണ്ടായത് ഒട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമല്ല, ഒട്ടും ശുഭകരമായ ഒരു കാര്യമല്ല. ആശുപത്രിയിൽ പോകുന്നത് ജീവൻ രക്ഷിക്കാനാണ്. ആ ജീവനെ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ ആശുപത്രി സംവിധാനങ്ങളിൽ വീഴ്ചയുണ്ടെങ്കിൽ അത് കൃത്യമായി നിയമത്തിന്റെ മുന്നിലേക്കും അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ മുന്നിലേക്ക് എത്തുക തന്നെ വേണം. താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ സമയത്ത്? സ്കാനിംഗ് മുറിയിൽ ഉണ്ടായിരുന്ന ഒരു പൊട്ടിത്തെറിയാണ് ഇതിന്റെ കാരണമെന്നാണ് അവിടുത്തെ ബന്ധപ്പെട്ട പ്രിൻസിപ്പളും സൂപ്രണ്ടും എന്നോട് പറഞ്ഞത്. അത് സത്യം പറഞ്ഞാൽ അവിടെയുള്ള ഈ പേഷ്യൻസിന് ഒരു പാനിക്കായി മാറി. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. പുകപടലം കൊണ്ട് തിരിച്ചറിയുന്നില്ല. സ്വാഭാവികമായിട്ടും വിദ്യുച്ഛക്തി തടസ്സപ്പെടുന്നു. ഇതിന്റെ അകത്ത് ഇപ്പൊ എത്ര പേഷ്യൻസിനെ കൊണ്ടുപോയി അല്ലെങ്കിൽ എവിടെ അഡ്മിറ്റ് ചെയ്തു കൃത്യമായി ആദ്യം അവർക്കൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. മൊത്തത്തിലുള്ള പാനിക്കായി മാറി. അവിടെ പേഷ്യൻസിനെ കൊണ്ടുപോകേണ്ട വഴി മുഴുവനും ബ്ലോക്കാണ് സത്യം പറഞ്ഞാൽ. റാമ്പിന്റെ മേലെ മുഴുവനും പഴയ സാധനങ്ങൾ വെച്ച് നിറച്ചിരിക്കുകയാണ്. ഈ പേഷ്യൻസിനെ ഇറക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞാൽ രാത്രി ഒരു വല്ലാത്തൊരു ഒരു അൺസർട്ടനിറ്റിയാണ് മുഴുവൻ ഉണ്ടായത്. ഏതായാലും ഇന്നലെ എനിക്ക് ഒരു പരമാവധി പേഷ്യൻസിനെ അവർ ഇന്നലെ തന്നെ രാത്രി ആശുപത്രിയിൽ എത്തിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയവരുണ്ട്. അത് കൂടാതെ ഇവിടെ പേഷ്യൻസിനെ ഈ വെന്റിലേറ്ററിലുണ്ടായിരുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന കുറെ ആളുകളെ മാറ്റാൻ ശ്രമിച്ചു. കുറെ ആളുകളെ മാറ്റി. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. 4 പേർ മരിച്ചു. അത് ഇതുകൊണ്ടല്ല, മറിച്ച് വളരെ അത്യാസന്ന നിലയിലുണ്ടായിരുന്നവരാണ് മരിച്ചതെന്ന് പറയുന്നു. അതിന് കൃത്യമായിട്ട് ക്ലാരിഫിക്കേഷൻ ഇനിയും മെഡിക്കൽ കോളേജ് അധികൃതർ നൽകിയിട്ടില്ല. എങ്ങനെയാണ് അവർ മരിച്ചത്. 4 മൃതദേഹം ഇപ്പോ മോർച്ചറിൽ കിടക്കുന്നു എന്നാണ് അറിയിച്ചത്. അതെങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇവർ കൊടുക്കേണ്ടതാണ് മെഡിക്കൽ കോളേജ്. ഏതായാലും ഈ PMSSYയുടെ പ്രോജക്റ്റിലാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് ആലോചിക്കണം. ഇത് നേരത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ഗവൺമെന്റുമായി ഈ പ്രോജക്ട് അനുവദിക്കുമ്പോൾ ഉണ്ടാക്കിയ ഒരു MOU ഉണ്ട്. ആ MOUയിൽ പറഞ്ഞത് ഈ മെഡിക്കൽ കോളേജ് ഈ PMSSY റൺ ചെയ്യണമെങ്കിൽ ആവശ്യമായ സ്റ്റാഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കണമെന്നായിരുന്നു. പക്ഷെ അടുത്ത കാലം വരെ സ്റ്റാഫിനെ കൊടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ എത്രയോ OTകൾ അവിടെ ഓപ്പറേഷൻ തിയേറ്റർ അടഞ്ഞു കിടക്കുകയാണ്. കാരണം സ്റ്റാഫില്ല, ഡോക്ടേഴ്സ് ഇല്ല, പാരാമെഡിക്കൽ സ്റ്റാഫില്ല. അപ്പോ സത്യം പറഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് ആയിരുന്നു. ഏതായാലും സംസ്ഥാന ഗവൺമെന്റ് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. നല്ല കാര്യമാണ്. അന്വേഷണം നടത്തി എന്താണ് ഇതിന്റെ കൃത്യമായ നടന്ന കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. MP 2 കാര്യങ്ങളുണ്ട്. ഇന്ന് രാവിലെ ഈ മരിച്ച അതിലൊരു നസീറ എന്ന് പറയുന്ന സ്ത്രീയുടെ ബന്ധുക്കൾ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. അപ്പൊ അവർ പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, വെന്റിലേറ്ററിൽ നിന്ന് ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഒരാളെ വെന്റിലേറ്ററിൽ സൂക്ഷിക്കുന്നതെന്ന് നമുക്കറിയാം. അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തേതാണ് അതിലും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിന്ന് ഇവരെ പുറത്തേക്ക് കൊണ്ടുപോയത് ഈ രോഗികളുടെ ബന്ധുക്കളൊക്കെ തന്നെയാണ്. അവർക്ക് ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ എമർജൻസി ഡോർ പൂട്ടിക്കിടക്കുകയായിരുന്നു. അതിൽ ഒരു ഡോർ തല്ലി പൊളിക്കേണ്ടി വന്നു. അപ്പൊ അതായത് 1.5 വർഷം ഞാൻ പറഞ്ഞത് ഈ പേഷ്യൻസിനെ കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ പോലും ഉണ്ടായിരുന്നു ആശുപത്രിയിൽ. അതിനേക്കാളും വിചിത്രമായി തോന്നിയ എനിക്കൊരു കാര്യം, നേരത്തെ ഉണ്ടായിരുന്ന പെട്ടെന്ന് എന്തെങ്കിലും പുറത്ത് എത്തിച്ച് കൊണ്ടുപോകാൻ കഴിയാവുന്ന വാഹന സൗകര്യമുള്ള വഴി പോലും അടച്ചിരിക്കുന്നു. അപ്പൊ ഈ അത്യാസന്ന നിലയിൽ കിടക്കുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകാൻ പോലും വഴിയില്ലാത്ത അവസ്ഥ ഒന്നും സത്യമാണ്. ഏതായാലും എല്ലാ കാര്യങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നിലവിൽ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത പേഷ്യൻസിന് തുടർ ചികിത്സ നൽകാനുള്ള നടപടിയും ഉണ്ടാകണം.
ഇതിപ്പോ നമുക്കറിയാം 1.5 വർഷമായിട്ടേ ഉള്ളൂ ഈ ബിൽഡിംഗ് എന്നാണ് അറിയുന്നത്. കൃത്യമായി നമുക്കറിയാമല്ലോ, ആശുപത്രികളിലൊക്കെ സുരക്ഷാ ഓഡിറ്റ് നടക്കണം, ഒരു അപകടം ഉണ്ടായാൽ അവിടെ എങ്ങനെ വേണം പ്രവർത്തിക്കാൻ എന്നുള്ള ഒരു സംവിധാനമൊക്കെ കൃത്യമായ പ്രോട്ടോകോളൊക്കെ ഉണ്ടാവേണ്ട സ്ഥലമാണ് മെഡിക്കൽ കോളേജ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗികൾ എത്തുന്ന സ്ഥലമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന യാഥാർത്ഥ്യമൊക്കെ നിൽക്കുമ്പോഴും അവിടെ അധികൃതരുടെ ഭാഗത്തു നിന്ന് അത്തരം കാര്യങ്ങളിൽ ഒരു അനാസ്ഥ ഉണ്ടായി എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ പറയാൻ കഴിയില്ലേ? അവിടെ നടക്കുന്ന പല കാര്യങ്ങളിലും വേണ്ട തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ഒന്നും അതിൻ്റെ അകത്തൊക്കെ മറ്റു പല ഒരുപാട് ഘടകങ്ങളുണ്ട്, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. മെഡിക്കൽ കോളേജിന്റെ അകത്ത് സത്യം പറഞ്ഞാൽ അവിടെ എടുക്കേണ്ട പല തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, നടപ്പിലാക്കാൻ കഴിയുന്നില്ല. മറ്റു ചില താല്പര്യങ്ങൾക്ക് വിധേയമാകുന്ന അവിടെ പലപ്പോഴും അതിൻ്റെ അകത്ത് ചിലപ്പോൾ രാഷ്ട്രീയം കടന്നുകൂടുന്നു. ശരി എം പി, വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. ഇപ്പോൾ കോഴിക്കോട് മേയർ ശ്രീമതി ബീന ഫിലിപ്പ് കൂടി ചേരുന്നുണ്ട്. ശ്രീമതി ബീന, അത്യന്തം ദുഃഖകരമായ ഒരു കാര്യമാണ്. നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആശ്രയിക്കുന്ന ഒരു സ്ഥലത്ത് ജീവന് ഭീഷണി ഉണ്ടാവുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒട്ടും അഭിലഷണീയമായ ഒരു കാര്യമല്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം അപ്രതീക്ഷിതമായി വന്നാൽ അത് നേരിടാൻ വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇന്ന് രാവിലെ ഈ മരിച്ചവരുടെ ബന്ധുക്കളൊക്കെ ആരോപിക്കുന്നത് അവിടെ വലിയ രീതിയിൽ ആ കാര്യങ്ങളിലൊക്കെ വീഴ്ച ഉണ്ടായി എന്നാണ്. മേയർ എന്ന നിലയ്ക്ക് ഇന്നലത്തെ അപകടത്തെക്കുറിച്ച് താങ്കൾക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് കിട്ടിയ വിവരം ഈ പറഞ്ഞതുപോലെ UPSന്റെ ഭാഗത്തുനിന്ന് തീപിടിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ടുണ്ടായ പുകയ്ക്ക് ഒരു വിതിൻ 10 മിനിറ്റ്സ് നമ്മളുടെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണവും വെള്ളിമാട് കുന്നുന്നു അവിടെ നിന്നൊക്കെ നമ്മുടെ ഫയർഫോഴ്സ് കുതിച്ചെത്തി അവരാ തീയെല്ലാം അണച്ചു. അതിനുശേഷം പക്ഷെ പുക ഇങ്ങനെ അല്പം പുറത്തു പോയത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് മൊത്തം സക്കർ ഉപയോഗിച്ച് അവർ വലിച്ച് താഴേക്ക് വിടുന്നുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഒരു വിതിൻ 1 hour എല്ലാം കൺട്രോളിലായി. അപ്പോഴേക്കും തന്നെ മെഡിക്കൽ കോളേജിലെ കംപ്ലീറ്റ് നമ്മുടെ കോഴിക്കോട് മറ്റു പല സ്ഥലത്തും ഇല്ലാത്ത പോലെ കുറെ സന്നദ്ധ പ്രവർത്തകരുണ്ട്. അവരെല്ലാം നെറ്റ്വർക്ക് വഴി ബന്ധപ്പെട്ട് വളരെ വേഗം അവിടെ എത്തുകയും അവിടുത്തെ ആശുപത്രി ജീവനക്കാര്, സെക്യൂരിറ്റി ഇവരെല്ലാം ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന കാഷ്വാലിറ്റിയിലെ പേഷ്യൻസിനെ ഒക്കെ തന്നെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുകയും അല്ലാത്തവരെ നേരെ അവരുടെ ICUവിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ആംബുലൻസിൽ തന്നെ ബീച്ച് ആശുപത്രി പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ കണ്ടൊരു കാഴ്ച അവിടെ ചെല്ലുമ്പോൾ. പക്ഷേ എല്ലാ പ്രൈവറ്റ് ആംബുലൻസുകളും എല്ലാവരും ആ സമയത്ത് രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. എക്സെപ്റ്റ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നതിന്റെ പേടിയും അതിനോടനുബന്ധിച്ചുള്ള തിരക്കും കാരണം ഉണ്ടായതല്ലാതെ ഇതാണ് അവിടെ സംഭവിച്ചത്. അതിനകത്ത് നമ്മൾ കോഴിക്കോട് കോർപ്പറേഷൻ സംബന്ധിച്ച് ബീച്ച് ആശുപത്രിയിൽ എല്ലാ തരത്തിലുള്ള സംവിധാനത്തിലും ഞങ്ങൾ കൂടിയുണ്ട്. ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഞങ്ങളുടെ ആംബുലൻസുകൾ പാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് എന്താ പറയുന്നത് നമ്മുടെ എല്ലാ മരുന്നുകള്, അതുപോലെ സ്ട്രെച്ചേഴ്സ്, സ്ക്രീൻസ്, ഇതുപോലെ ആശുപത്രിക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാനുള്ള സംവിധാനവും കോഴിക്കോട് കോർപ്പറേഷനിലുണ്ട്. ഞങ്ങളുടെ എല്ലാ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിലും ഇങ്ങനത്തെ കട്ടിലുകളുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഞങ്ങൾ രാത്രി 10 വരെ അവിടെ ബീച്ച് ആശുപത്രിയിലുണ്ടായി. ഞങ്ങളുടെ ഹെൽത്ത് വിഭാഗം എല്ലാ സപ്പോർട്ടും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ബീച്ച് ആശുപത്രി ഒരു വിഷമവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റു വാർഡുകളിൽ കൂടി ഈ സജ്ജീകരണം തയ്യാറാക്കാനുള്ള സംവിധാനം ഇന്ന് കോഴിക്കോട് കോർപ്പറേഷനുണ്ട്. അതെല്ലാം ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കോഴിക്കോട് ബീച്ചിലേക്ക് ഇനി വരുന്ന കാഷ്വാലിറ്റിയിലുള്ള പേഷ്യൻസിനെയും ഇവിടെ നോക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഞങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ബീച്ച് ആശുപത്രിയിലേക്ക് ഇത് മാറുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഇവിടെയുള്ള അവസ്ഥ. മേയർ, അപ്പോഴും ഇന്ന് ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ സംസാരിക്കുന്നുണ്ട്. വികാരപരമായിരിക്കും പ്രതികരണം, എങ്കിൽ പോലും അവരായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിന്നത്. അവർ പറയുന്നത് ആ രക്ഷാപ്രവർത്തനം അവിടെ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. എമർജൻസി ഡോറുകൾ പൂട്ടിക്കിടക്കുകയായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാർ അവരെ സഹായിക്കാൻ വന്നില്ല എന്നൊക്കെയുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മരണം സംഭവിച്ചത് ആശുപത്രി അധികൃതർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അതിനു മുൻപ് മരണം സംഭവിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഈ നസീറ എന്ന് പറയുന്ന അവരുടെ ബന്ധുക്കൾ പറയുന്നത് അങ്ങനെയല്ല, തിരിച്ചെത്തിച്ചതിന് ശേഷം ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത് കൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ ബന്ധുക്കളാണ്, അവരുടെ ആരോപണങ്ങൾക്കും നമ്മൾ മറുപടി പറയണമല്ലോ. ഏറ്റവും മോശമായ ആൾക്കാരെ ഈ വെന്റിലേറ്റർ സംവിധാനത്തോട് കൂടിയിട്ടുള്ള ആംബുലൻസിലായത് കൊണ്ടുപോയത് എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കോൺഗ്രസിലുള്ള കൗൺസിലറായിട്ടുള്ള ഡോക്ടർ അജിതയാണ്. ഡോക്ടർ അജിത വളരെ എളുപ്പത്തിൽ അവിടെ എത്തുകയും ആ വാർഡുകളിലൊക്കെ പോയി വിസിറ്റ് ചെയ്ത് വന്ന് എന്നോട് പറഞ്ഞത് വളരെ ബാഡ് കണ്ടീഷൻ ആയിരുന്നു മരിച്ച ആൾക്കാരുടേത് എന്നാണ് അവരെന്നോട് പറഞ്ഞത്. നമുക്കിപ്പോ അവർ പറയുന്നത് വിശ്വസിക്കാം. രണ്ടാമത് നമ്മുടെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിന് നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം എന്തിനു നുണ പറയണം? അദ്ദേഹം പറഞ്ഞത് വിശ്വസിക്കുക എന്നതല്ലേ നമ്മുടെ ഒരു മര്യാദ. പിന്നെ ആരോപണം ആർക്കും ഉന്നയിക്കാം, അത്രയേ ഉള്ളൂ.
ബാക്കി നോക്കാലോ, നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരില്ലേ ഈ സാഹചര്യത്തിൽ. പക്ഷേ എന്നാലും നമ്മളൊരു സുരക്ഷാ ഓഡിറ്റ് ഒക്കെ നടത്തേണ്ട ഒരു സമയമുണ്ട്. കാരണം ഒരു അപകടം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാലോ. അപ്പൊ ആ രീതിയിൽ അല്ല, അതിനൊക്കെ എല്ലാ തരത്തിലുള്ള സംവിധാനവും ചെയ്തുകൊണ്ടല്ലേ ആ പുതിയ കെട്ടിടം പണിതിട്ടുള്ളത്. ശരി മേയർ, നമുക്ക് എന്തായാലും പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ നോക്കാം. അങ്ങനെ ഈ ആരോപണങ്ങൾ മാത്രമാണോ, അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നൊക്കെ അറിയാം. വളരെ നന്ദി മേയർ ശ്രീമതി ബീന ഫിലിപ്പ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, ഈ വിഷയത്തിൽ 2 വേർഷൻസും നമ്മളിപ്പോൾ കേട്ടു. കോഴിക്കോട് MP MK രാഘവൻ സംസാരിക്കുന്നത് കേട്ടു, മേയർ ബീന ഫിലിപ്പ് സംസാരിക്കുന്നത് കേട്ടു. ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്ന് മേയർ പറയുമ്പോൾ തന്നെയാണ് MK രാഘവൻ MP മറിച്ചുള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. പക്ഷേ അറിയേണ്ടത് അവിടെ ഒരു അപകടം അപ്രതീക്ഷിതമായി സംഭവിച്ചു. അതെങ്ങനെ ഉണ്ടായി എന്നത് ആദ്യം അറിയണം. കാരണം 1.5 വർഷം മാത്രം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണല്ലോ. അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയമായി കൂടി ഒരു വലിയ തർക്കത്തിലേക്ക് മാറുകയാണോ? തീർച്ചയായും അങ്ങനെ വരുമ്പോഴും നമ്മൾ ഈ രോഗികളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ എന്താണ് സംഭവിച്ചതെന്ന് അവർക്കാണ് കൂടുതൽ വ്യക്തമായി പറയാൻ കഴിയുക. അവരാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത്. അവരോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടി വരും. നിങ്ങളുണ്ടായിരുന്നു ആശുപത്രിയിൽ ആ സമയത്ത്? ഉണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഗോപാലൻ എന്ന് പറയുന്ന മരിച്ച ആളുടെ അതെ, അമ്മാവനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ? അദ്ദേഹം 2 ദിവസത്തോളമായിട്ട് ഇവിടെ ചികിത്സയിലായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പെട്ടെന്ന് പുകയും ഇതെല്ലാം വന്ന സാഹചര്യത്തിൽ പേഷ്യൻസിനെ കൂടെയുള്ള ആളുകളെല്ലാം പുറത്തേക്ക് പരക്കം പായുന്ന ഒരു അവസ്ഥയായിരുന്നു. ജീവൻ പേടിച്ചുകൊണ്ട് പലരും പുറത്തേക്ക് ഓടി വരികയായിരുന്നു ഉണ്ടായിരുന്നത്. പേഷ്യൻസിനെ എന്ത് ചെയ്യണമെന്നും പോലും അറിയാത്ത ഒരു അവസ്ഥയായിരുന്നു. വെന്റിലേറ്ററിലുള്ള ആളുകളും അതുപോലെ മറ്റു ഡ്രിപ്പ് കയറ്റിക്കൊണ്ടിരുന്നതും മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ ബെഡിലുണ്ടായിരുന്നു. ഈ വയറും ഈ ട്യൂബുകളും ഒന്നും വിച്ഛേദിക്കാതെ എങ്ങനെ കൊണ്ടുവരുന്നുള്ള ഒരു ആശങ്കയിൽ നമ്മൾ പുറത്തേക്ക് ഓടി വന്നു. പിന്നെ പുറത്തുനിന്ന് വീണ്ടും ഉള്ളിലേക്ക് പോയി ഇതെല്ലാം വിച്ഛേദിച്ചു വരേണ്ട ഒരു സാഹചര്യമായിരുന്നു. അഥവാ ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ ജീവൻ അപായം സംഭവിച്ചു പോകുമോ എന്നുള്ള ആശങ്കയിൽ എല്ലാവരും പേഷ്യൻസിനെ എല്ലാവരും തള്ളി പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വിച്ഛേദിച്ചാണ് പുറത്തേക്ക്. അതെ 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 അതെ. അപ്പം അതിനൊരു മറ്റൊരു പ്രതിവിധി കണ്ടുകൊണ്ട് എന്തെങ്കിലും മറ്റു ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ജീവൻ തിരിച്ചു കിട്ടിയാനെന്നുള്ളതായിരുന്നു നമുക്കൊക്കെ മനസ്സിലാവുന്നത്. മാനുവലായിട്ട് ഈ ബലൂൺ കൊണ്ടൊക്കെ അവർ അതിനൊന്നും പറ്റിയൊരു സാഹചര്യം ആ സമയത്തും അതിനുള്ള സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പം ഈ വെന്റിലേറ്റർ സഹായം പൂർണ്ണമായി വിച്ഛേദിച്ച് ആണ് ആ സപ്പോർട്ടില്ലാതെ പുറത്തേക്ക് വലിച്ചൂരി ആണ് പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നത്. പുറത്തേക്ക് വന്നിട്ട് പിന്നെ ആംബുലൻസിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ പാർക്കിംഗ് ഏരിയയിൽ ആയിരുന്നു ഈ കുറച്ച് പേഷ്യൻസ് ഉണ്ടായിരുന്നത്. ബെഡ് അടക്കം തള്ളി പുറത്തേക്ക് കൊണ്ടുവരായിരുന്നു. പിന്നീട് അവിടെയുള്ള ഡോക്ടേഴ്സൊക്കെ പരിശോധനയിലൂടെ ആളുടെ ജീവൻ ഏതാണ്ട് നഷ്ടപ്പെട്ടതായിട്ടാണ് അറിഞ്ഞത്. വെന്റിലേറ്റർ സൗകര്യം മാറ്റി റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ഈ പോർച്ചിലെത്തിയപ്പോഴേ അതെ 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 പൂർണ്ണമായിട്ട് അവിടുന്ന് കൊണ്ടുവന്ന ശേഷമാണ് അതെ 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 അതെ. അവിടെ ഒരു വലിയ പാനിക് സിറ്റുവേഷൻ ആയിരുന്നു അല്ലേ? പാനിക് സിറ്റുവേഷൻ ആയിരുന്നു. പുക പടർന്ന ആളുകളും വല്ലാത്തൊരു ഭയത്തോടു കൂടിയിട്ടായിരുന്നു പരക്കം പായുന്നുണ്ടായിരുന്നത്. എന്ത് ചെയ്യണമെന്നുള്ള ഒരു ചിന്തിക്കാനും കൂടി പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത്. ആളുകൾ സ്വയം സുരക്ഷ നോക്കുന്നു, ഉള്ള രോഗികളെ പുറത്തു കൊണ്ടുപോകണം. അതെ, ഉള്ളിലുള്ള ആളുകളെ പുറത്തേക്ക് ആക്കുന്നതും എല്ലാം ഒരുമിച്ചായിരുന്നു. ഈ മരണം ഈ ഒരു സാഹചര്യം വന്നുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ഇടത്തിലേക്ക് നീങ്ങി അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അതെ, ഉണ്ടായിരുന്നു. ഈ സമയത്തൊരു വലിയ ഗുരുതരാവസ്ഥയിലായിരുന്നു. മൂപ്പർക്ക് വയറുവേദനയായിട്ടാണ് കൊണ്ടിരുന്നത്. പിന്നെ അപ്പോൾ ആ സാഹചര്യത്തിൽ മരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണിത് തീപിടുത്തമായിട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് പോകുന്നത്. ശ്രീജ, അതാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായി ആ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളാണ്. ഈ ICUവിൽ വെന്റിലേറ്റർ സഹായത്തോടുകൂടി ജീവൻ നിലനിർത്തിയിരുന്ന രോഗികളാണ്. പെട്ടെന്ന് ഈ തീപിടുത്തമുണ്ടായപ്പോൾ പുക ഈ മുറിയെ പൂർണ്ണമായി വിഴുങ്ങുമ്പോൾ ആളുകൾക്ക് രക്ഷപ്പെടണോ അതോ രോഗികളുമായി പുറത്തേക്ക് പോകണോ എന്ന് പോലും അറിയാത്തൊരു സാഹചര്യം. പെട്ടെന്ന് തന്നെ ഈ വെന്റിലേറ്റർ സംവിധാനവുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ച് മറ്റ് കണക്ഷൻസ് ഒക്കെ കളഞ്ഞാണ് പെട്ടെന്ന് ആളുകളെ ഇറക്കിക്കൊണ്ടുവരുന്നത്. നമുക്കറിയാം, വെന്റിലേറ്റർ സംവിധാനം എന്ന് പറയുമ്പോൾ തന്നെ അങ്ങേയറ്റം
ഗുരുതരാവസ്ഥയിലുള്ള രോഗികളാണ്. ആ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകിയില്ലെങ്കിൽ ജീവൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്ന തരത്തിലുള്ള രോഗികളെയാണ് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുക. ആ വെന്റിലേറ്റർ ബന്ധം വിച്ഛേദിക്കുമ്പോൾ എന്ത് നടക്കും എന്ന് നമുക്കറിയാം. എന്തായാലും പോർച്ച് വരെ എത്തിയപ്പോഴേക്കും ഗോപാലൻ എന്നയാൾ കോഴിക്കോട് സ്വദേശിയാണ്, അദ്ദേഹം മരിച്ചു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട സമീറ, അവര് വയനാട് സ്വദേശിയായ സ്ത്രീ, അവർക്ക് അടുത്ത ഐസിയുലേക്ക് എത്തിയപ്പോൾ ആണ് പൾസ് കുറയുകയും മരണം സംഭവിക്കുന്നത്. പക്ഷേ ഇത് ആംബുലൻസിൽ കയറ്റുകയോ അടുത്ത ഐസിയുലേക്ക് കൊണ്ടുപോകാൻ പോലുമോ കഴിഞ്ഞില്ല. ഡോക്ടർമാർ അവിടെ വെച്ച് തന്നെ മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ നമ്മളോട് സംസാരിച്ച 2 പേരുടെ മരണം എന്തായാലും ഈ പുക പിടിച്ചതിനെ തുടർന്നുള്ള അപകടങ്ങൾക്കിടെ ആളുകളെ അവിടെ നിന്നും മാറ്റിയപ്പോഴാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറെ കൂടി കൈവന്നിട്ടുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കും. അതിനായാണ് മൃതശരീരങ്ങളൊക്കെ ഈ മോർച്ചറിയിലുണ്ട്. അതുകൊണ്ടാണ് ബന്ധുക്കൾ ഇപ്പോൾ പുറത്ത് കാത്തു നിൽക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും പരാതികളോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ പോലീസിന്? ഇല്ല, പരാതികളൊന്നും കൊടുത്തിട്ടില്ല. ഇവിടുന്ന് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ മരണം സംഭവിച്ചിട്ടുള്ളതായിട്ട്. ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ തിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷേ കോളേജ് അധികൃതർ പറഞ്ഞത് ഈ സംഭവത്തിൽ നിന്ന് മരണമൊന്നും ഉണ്ടായിട്ടില്ലെന്നായിരുന്നു. ന്യൂസുകളിൽ വരുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. പലരും പല രീതിക്കായിരിക്കും അതിന്റെ കമന്റുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടാവും. ഇതിപ്പോ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഹോസ്പിറ്റലിന്റെ തീരുമാനം അങ്ങനെയാണ്. ഇനിയിപ്പോൾ മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ടെന്നാണ് കേട്ടത്. എന്താണെന്നറിയില്ല സത്യാവസ്ഥ. ഞാനിവിടെ പുറത്തുനിന്ന് കേട്ടതല്ലാതെ നേരിട്ട് അധികൃതരിൽ നിന്നും ലഭിച്ചതല്ല. അപ്പോൾ മെഡിക്കൽ ബോർഡ് ചേർന്ന ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു വിവരം കിട്ടുള്ളൂ എന്നുള്ളതാണ്. ശരി അനീഷ്, എന്തായാലും അതാണ് പ്രധാനം. മെഡിക്കൽ ബോർഡ് ചേർന്ന ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ നമുക്കും ഒരു അന്തിമമായ വിവരം കിട്ടുക. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഈ മരിച്ചവരുടെ ബന്ധുക്കൾ അവിടെ നിന്ന് അവരെ പുറത്തിറക്കാൻ കൂടെ ഉണ്ടായിരുന്ന അവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ വെന്റിലേറ്ററിന്റെ വയറുകളുമെല്ലാം വലിച്ചൂരി അവരെ പാർക്കിങ്ങിലേക്ക് കൊണ്ടുവന്ന്, മേയർ പറയുന്നതനുസരിച്ച് ആംബുലൻസ് സൗകര്യം ഉണ്ടായിരുന്നു, എല്ലാ ICU ഫെസിലിറ്റി ഉള്ള ആംബുലൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയിൽ കുറച്ച് സമയമുണ്ട്. വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ സ്വന്തമായി ശ്വാസോച്ഛ്വാസം നടത്താൻ കഴിയാത്തവരാണ് അവർ. കുറച്ചു നേരം ആ സംവിധാനം ഇല്ലാതെ ഇരുന്നതിന് ശേഷമാണ് ബാക്കി സംവിധാനങ്ങളൊക്കെ എത്തുന്നത്. അപ്പോഴത്തേക്കും മരണം സംഭവിച്ചു എന്നതാണിപ്പോൾ ഇന്നലെ മരിച്ച ആളുടെ ബന്ധു പറയുന്നത്. നേരത്തെ നസീറയുടെ ബന്ധുക്കൾ സംസാരിച്ചപ്പോഴും സമാനമായ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തായാലും മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം നടക്കുകയാണെങ്കിൽ വിവരങ്ങൾ കൂടുതലായി അറിയാൻ കഴിയും. മറ്റ് വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ കമ്മീഷൻ കഴിഞ്ഞെങ്കിലും വിവാദ തിരകൾ അടങ്ങുന്നില്ല. പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ BJPക്ക് എന്ത് അവകാശമെന്ന് ചോദിച്ച CPM മുഖപത്രമായ ദേശാഭിമാനി BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പിൻവാതിലൂടെയാണ് ഉദ്ഘാടന വേദിയിൽ ഇരിപ്പിടം തരപ്പെടുത്തിയതെന്നും വിമർശിച്ചു. പിണറായി സർക്കാർ 9 വർഷം ചിട്ടയോടെ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ പൂർണ്ണ ക്രെഡിറ്റ് എന്നും മുഖപ്രസംഗത്തിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം നൽകിയ പരസ്യത്തിൽ പ്രധാനമന്ത്രിക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ ചിത്രവും പ്രത്യക്ഷപ്പെട്ടതും ശ്രദ്ധേയമായി. ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ച നേതാക്കൾ ആരും ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതിനെ വിമർശിച്ച ശശി തരൂർ അത് പറയാൻ ഉദ്ദേശിച്ച തനിക്ക് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചില്ലെന്നും പറഞ്ഞു. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, വിഴിഞ്ഞത്തെ വിവാദത്തിര എന്തായാലും അടങ്ങുന്നില്ല. അവിടെ വികസനത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വശത്ത് ചർച്ച ചെയ്യുമ്പോഴും ഈ പിതൃത്വവുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്നിപ്പോൾ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം, ഒപ്പം ശശി തരൂർ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പരാമർശിക്കാത്തതിലെ ശശി തരൂരിന്റെ പരിഭവം, ഇതൊക്കെയാണ് ഇന്ന് പ്രധാനമായും വാർത്തയായി വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവകാശവാദവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനിയും അവസാനിക്കില്ല. കാരണം വിഴിഞ്ഞം തുറമുഖം ഇന്നലെ ഉദ്ഘാടനത്തോടുകൂടി അതിന്റെ നേട്ടങ്ങളും അല്ലെങ്കിൽ നേട്ടം ലഭിക്കാതെ പോയവരുടെ പരിഭവമൊന്നും മാറാൻ പോകുന്നില്ല. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇടതുമുണ്ട് പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി വിഴിഞ്ഞം തുറമുഖം മാറും. ഏറ്റവും വലിയ നേട്ടമായി ഉയർത്തിക്കിട്ടാൻ പോകുന്നു. പക്ഷേ അതിനുമുമ്പ് ദേശീയപാത പണി പൂർത്തിയാകുമെങ്കിലും ദേശീയപാതയ്ക്കൊപ്പമോ ഒരുപക്ഷെ അതിനു മുകളിലോ വിഴിഞ്ഞത്തെയാകും ഇടതുമുന്നണി ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടുക. അത് തിരിച്ചറിഞ്ഞാണ് അതിന്റെ ക്രെഡിറ്റ് അങ്ങനെ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ UDFും അതുപോലെ BJP നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് അത്തരം ഉമ്മൻചാണ്ടിയുടെ പങ്ക് ഓരോ ദിവസവും ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെ നീക്കങ്ങൾ. ശശി തരൂറിന്റെ സാമൂഹ്യ മാധ്യമ കുറിപ്പിലും അത് വ്യക്തമാക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ പങ്ക് പരാമർശിക്കാതെ പോയത് ശരിയായില്ല. പ്രസംഗിച്ചവർ 3 പേരാണ് പ്രസംഗിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തുറമുഖ മന്ത്രി VN വാസവനും.
തനിക്ക് പ്രസംഗിക്കാനുണ്ടായിരുന്നു. പക്ഷേ തനിക്ക് അവസരം കിട്ടിയില്ല. പ്രോട്ടോകോൾ പ്രകാരം അതിനുള്ള അനുമതി ഇല്ലായിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങൾ ഇനിയും പറയുമെന്ന് വ്യക്തമാക്കുകയാണ് ശശി തരൂർ ചെയ്തത്. കോൺഗ്രസിലെ മറ്റു നേതാക്കളും ഉമ്മൻചാണ്ടി ഒഴിവാക്കിയതിലെയും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതെ പോയതിലും അതൃപ്തി ശക്തമായി തന്നെ പറയാൻ തയ്യാറെടുക്കുകയാണ്. ദേശാഭിമാനിയും CPM ആകട്ടെ മറുവശത്ത് ഇത് ഇടതു സർക്കാരിന്റെ നേട്ടം തന്നെയാണ്, ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിശ്ചയദാർഢ്യമെന്ന് സ്ഥാപിക്കാനാണ് കൂടുതൽ ശ്രമിക്കുന്നത്. മറുഭാഗത്ത് BJPയുടെ പ്രശ്നം രാജീവ് ചന്ദ്രശേഖരന്റെ വേദിയിലെ ഇരിപ്പിടവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് പിൻവാതിലൂടെ തരപ്പെടുത്തിയെന്ന വിമർശനമാണ് ദേശാഭിമാനി CPMന്റെ മുഖപത്രം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറിയും മന്ത്രി മുഹമ്മദ് റിയാസും ഒക്കെ രൂക്ഷമായ വിമർശനം രാജീവ് ചന്ദ്രശേഖരന് ഇരിപ്പിടം അനുവദിച്ച പ്രധാനമന്ത്രിയുടെ ഓഫീസിനുമെതിരെ ഉയർത്തിയിരുന്നു. ഏതായാലും ആ വിവാദങ്ങളും തുടരുകയാണ്. ഒരു തരത്തിലും ഈ വിഷയങ്ങൾ ഇപ്പോഴും അവസാനിക്കാൻ പോകുന്നില്ല. വിഴിഞ്ഞം അത്രയധികം പ്രാധാന്യത്തോടെയാണ് സംസ്ഥാനത്തെ 3 മുന്നണികളും കാണുന്നത്. അതിന്റെ നേട്ടം ആർക്ക് ജനങ്ങൾ നൽകുമോ അതിന്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രി പറഞ്ഞ ജനങ്ങൾ ക്രെഡിറ്റ് തീരുമാനിച്ചുകൊള്ളുമെന്ന ആത്മവിശ്വാസമാണ് ഇടതുമുന്നണിക്ക് തന്നെ നൽകുമെന്ന ആത്മവിശ്വാസം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചിരുന്നു. ആ ക്രെഡിറ്റ് തങ്ങൾക്ക് കിട്ടാൻ വേണ്ടി 3 മുന്നണികളും കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പാണ്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞം അത്രയേറെ ഇമ്പാക്ട് ഉണ്ടാക്കുമെങ്കിൽ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത്ര പെട്ടെന്ന് അവസാനിക്കില്ല എന്ന് എന്തായാലും ഉറപ്പിക്കാം. ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ പരസ്യം വരുന്നു, ദേശാഭിമാനിയുടെ മുഖപ്രസംഗം വരുന്നു, ശശി തരൂരിന്റെ പോസ്റ്റ് വരുന്നു. ഇനി ഇന്നത്തെ ദിവസം എന്തൊക്കെ വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന പാകിസ്ഥാൻ പാക് അധീന കശ്മീരിൽ ഉണ്ടായിരുന്ന ഭീകരരെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. സൈന്യത്തിന്റെ മിന്നൽ ആക്രമണം ഭയന്നാണ് നീക്കം. അതിനിടെ ജമ്മു ജയിലിലുള്ള 2 പേരെ NIA ചോദ്യം ചെയ്തു. ഭീകരർക്കായുള്ള തെരച്ചിൽ 11ാം ദിവസവും തുടരുകയാണ്. നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന പാകിസ്ഥാന്റെ പ്രകോപനവും ഇന്നും തുടരുന്നുണ്ട്. രാഗേഷ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ഈ പാക് അധീന കശ്മീരിലുള്ള ലോഞ്ച് പാഡിലൊക്കെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഹാഫിസ് സെയ്ദിന് സുരക്ഷ കൂട്ടിയത് നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞതാണ്. അതായത് ഏത് നിമിഷവും ഒരു തിരിച്ചടി ഉണ്ടാകും, അത് ഭീകര കേന്ദ്രങ്ങളെ തന്നെ ഉദ്ദേശിച്ചായിരിക്കും എന്നത് കൃത്യമായി പാകിസ്ഥാൻ ഒരു ധാരണയിൽ എത്തുന്നുണ്ടെന്ന് തോന്നുന്നു. ശ്രീജ, കാരണം പാക് അധീന കശ്മീർ തന്നെയാണ് എല്ലാ കാലത്തും ഭീകരരുടെ താവളം. കാരണം മുൻപും പലപ്പോഴും ആക്രമണം നടത്തിയിട്ടുള്ളതൊക്കെ തന്നെ പാക് അധീന കശ്മീരിൽ ആദ്യം ഒളിക്കുകയും പിന്നീട് അതിർത്തി നുഴഞ്ഞു കയറി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ഭീകരരാണ്. അവർക്ക് പാക് സൈന്യത്തിന്റെ സഹായം പലപ്പോഴും ഈ അതിർത്തി മറികടക്കാൻ ലഭിക്കാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അടക്കമുള്ള റിപ്പോർട്ടുകളിലൊക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നത് ഏതാണ്ട് 42 ലോഞ്ച് പാഡുകളിലായി ഇത്തരത്തിൽ ഭീകർ അവിടെ 42 ഭീകര താവളങ്ങൾ തന്നെ POKയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഇത്തരത്തിൽ പാക് അധീന കശ്മീരിൽ നിന്ന് ഭീകരരെ പാകിസ്ഥാൻ മാറ്റി. അവരെല്ലാം തന്നെ പാക് അധീന കശ്മീരിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കടന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് കാരണം ഒരു സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ഭീകരരെ അടക്കം അവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത്. പ്രധാനമായും 3 ലോഞ്ച് പാഡുകളിൽ നിന്നാണ് ഇപ്പോൾ ഭീകരരെ ഒഴിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് സാംബ അതിർത്തിയോട് ചേർന്നുള്ള ഷർഗഡ് ലോഞ്ച് പാഡിൽ നിന്ന്, മറ്റൊന്ന് നൌഷറിൽ നിന്ന്, മറ്റൊന്ന് ഹിരാനഗറിൽ നിന്ന്. ഈ 3 മേഖലയിൽ നിന്നാണ് ആളുകളെ മാറ്റിയിട്ടുള്ളത്. ഓരോ ലോഞ്ച് പാഡിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 15 പേരെങ്കിലും ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ 45 പേരെങ്കിലും അവിടെ നിന്ന് മാറ്റിയിരിക്കുമെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് കൂടാതെ പാക് അധീന കശ്മീരിൽ നിന്ന് ആളുകളോട് ഭക്ഷണ സാധനങ്ങൾ ഒക്കെ തന്നെ കരുതി വെക്കാനുള്ള നിർദ്ദേശം അവിടുത്തെ ഭരണകൂടം നൽകിയിരിക്കുകയാണ്. മരുന്ന് ഉൾപ്പെടെയുള്ളവ ഏതാണ്ട് 2 മാസത്തേക്കെങ്കിലും കരുതിയിരിക്കണം എന്ന നിർദ്ദേശം കൂടി ലഭിച്ചിരിക്കുകയാണ്. അവിടെ സ്കൂളുകൾക്കൊക്കെ തന്നെ അവധിയാണ്, മദ്രസകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ പാക് അധീന കശ്മീരിൽ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് പാകിസ്ഥാനും അവിടുത്തെ പ്രാദേശിക ഭരണകൂടം ഒക്കെ ഉള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് കൂടാതെ NIA ചില നിർണായക നീക്കങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. കാരണം NIA ഇപ്പോൾ സംശയിക്കുന്നത് 2023 ജമ്മു കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ചിലർക്കെങ്കിലും ഈ പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ട് എന്നാണ് NIA സംശയിക്കുന്നത്. കാരണം 2023 രജൌരിയിലാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നത്. അതുമായി ബന്ധപ്പെട്ട് ജമ്മു ജയിലിൽ ഇപ്പോൾ കഴിയുന്ന 2 പേരെ NIA ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒന്ന് നിസാർ അഹമ്മദ്, മറ്റൊന്ന് മുഷ്താഖ് ഹുസൈൻ. കാരണം ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവർക്ക് ഇവരുമായി ബന്ധമുണ്ടെന്നാണ് NIA സംശയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ 2 പേരെയും ഇപ്പോൾ NIA ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ആശങ്കകളൊക്കെ തന്നെ പാകിസ്ഥാൻ ഭാഗത്തുനിന്ന് പങ്കുവെക്കുന്നുണ്ടെങ്കിൽ പോലും പ്രകോപനം അതിർത്തിയിൽ ഇപ്പോഴും പാകിസ്ഥാൻ തുടരുന്നു എന്നുള്ളതാണ്. തുടർച്ചയായ 9ാം ദിവസവും അതിർത്തിയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യവും അവിടെ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജ, ശരി. രാഗേഷാണ് വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന്.
ഗോവയിലെ ഷിർഗാവ് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട 6 പേർ മരിച്ചു. 30 പേർക്ക് പരിക്കേറ്റു. ഷിർഗാവിലെ ലൈറായിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയായിരുന്നു പുലർച്ചെ അപകടമുണ്ടായത്. പരിക്കേറ്റവർ മെഡിക്കൽ കോളേജിലും വടക്കൻ ഗോവയിലെ ജില്ലാ ആശുപത്രിയിലും ചികിത്സയിലാണ്. പരിക്കേറ്റവരെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് സന്ദർശിച്ചു. മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും എക്സിൽ പോസ്റ്റ് ചെയ്തു. KPCC അധ്യക്ഷൻ മാറുമോ ഇല്ലയോ, സുധാകരന് പകരം വേറെ ആൾ വരുമോ, അങ്ങനെ കുറേ നാളുകളായി ചർച്ചകൾ വളരെ സജീവമാണ്. ഒടുവിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് K സുധാകരൻ തുടരും എന്നൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. തലപ്പത്ത് ഇപ്പോൾ ഒരു മാറ്റം വേണ്ടെന്ന് K സുധാകരനുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായി. അതേസമയം KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാൻ സുധാകരന് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി. ഫസ്റ്റ് ഓൺ ന്യൂസ് 18. തലപ്പത്ത് നേതൃമാറ്റം ഉണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ രാഹുൽ ഗാന്ധിയാണ് KPCC അധ്യക്ഷൻ K സുധാകരനെ കഴിഞ്ഞ ദിവസം ഡൽഹിക്ക് വിളിപ്പിച്ചത്. 2 ദിവസങ്ങളിലായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർക്ക് പുറമെ AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായും KPCC അധ്യക്ഷൻ കൂടിക്കാഴ്ച നടത്തി. KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ സംഘടനയെ ശക്തമാക്കുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാനും ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് പാർട്ടി തലത്തിൽ ധനസമാഹരണം നടത്താനും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ K സുധാകരനോട് ആവശ്യപ്പെട്ടു. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ ദേശീയ നേതൃത്വത്തെ സമീപിച്ചെങ്കിലും സാമുദായിക സമവാക്യങ്ങളും പകരക്കാരനെ കണ്ടെത്തുന്നതിലെ തർക്കങ്ങളുമാണ് സുധാകരന് തുണയായത്. ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ തുടങ്ങിയവർ KPCC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ തലപ്പത്ത് പൊളിച്ചെടുത്തിന് മുതിർന്നാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് പ്രവർത്തക സമിതി അംഗങ്ങളായ ശശി തരൂരും രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡ് നേതൃത്വത്തെ നിലപാട് അറിയിക്കുകയായിരുന്നു. അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ തുടരട്ടെയെന്ന് മുതിർന്ന നേതാക്കളായ AK ആന്റണിയും വയലാർ രവിയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അറിയിച്ചതോടെയാണ് അധ്യക്ഷനെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള സമ്പൂർണ്ണ പുനഃസംഘടനയിൽ നിന്ന് നേതൃത്വം അയഞ്ഞത്. അതേസമയം സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഭാരവാഹികളുടെ പ്രവർത്തനം വിലയിരുത്തി മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ K സുധാകരന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഈ നിയമസഭയുടെ കാലാവധി പൂർത്തിയാകാൻ 1 വർഷത്തിലേറെ സമയം ബാക്കിയുള്ളതിനാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ്. ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ പറഞ്ഞു. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം എന്നു വരുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്ന് ജില്ലാ കളക്ടർ VR വിനോദ് വ്യക്തമാക്കി. തീർച്ചയായിട്ടും ഒരു ഒഴിവ് വന്നിട്ട് 1 വർഷത്തിലധികം കാലാവധി ഉണ്ടെങ്കിൽ ഇലക്ഷൻ തീർച്ചയായിട്ടും നടക്കേണ്ടതാണ്. 1 വർഷത്തിൽ താഴെയാണ് കാലാവധി വരുന്നത്. അപ്പോൾ നമ്മുടെ നിയമസഭയ്ക്ക് ഇനി 1 വർഷത്തിലധികം കാലാവധിയുണ്ട് വേക്കൻസി ഒഴിവ് വന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും നടക്കേണ്ടതാണ്. 1 വർഷത്തിൽ താഴെയാണ് നിയമസഭയ്ക്ക് കാലാവധി എങ്കിലാണ് ഒരു പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ, അത് കളക്ടർക്കല്ല ഇലക്ഷൻ കമ്മീഷനെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ 1 വർഷത്തിലധികം കാലാവധി ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇലക്ഷൻ നടക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വന്നാൽ ഇലക്ഷൻ നടത്തുന്നതിന് ജില്ലയിൽ സംവിധാനങ്ങൾ സജ്ജമാണ്. ഉപതെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക മെയ് 5-ന് പ്രസിദ്ധീകരിക്കും. 1700 വോട്ടർമാർക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിനാൽ നിലമ്പൂർ മണ്ഡലത്തിൽ 59 പോളിംഗ് ബൂത്തുകളാണ് പുതിയതായി വന്നത്. മണ്ഡലത്തിൽ ആകെ 263 ബൂത്തുകളാണ് നിലവിലുള്ളത്. കഴിഞ്ഞ പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ ആരംഭിച്ച ശേഷം ഇതുവരെ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി 20,803 അപേക്ഷകളാണ് ലഭിച്ചത്. 2 ലക്ഷത്തിലധികം വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. ന്യൂസ് 18 മലപ്പുറം. ബജ്രംഗ് ദൾ നേതാവ് സുഹാസ് ഷെട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. സംഭവത്തിൽ കൂടുതൽ രാഷ്ട്രീയ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വലിയ ജാഗ്രതയാണ് മംഗളൂരുവിൽ. തുടർച്ചയായ 2 കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് മംഗളൂരുവിൽ ഇപ്പോൾ. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, കുറച്ചുപേർ കസ്റ്റഡിയിലുണ്ട് എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. അതിനും അപ്പുറത്ത് ഇത് എപ്പോൾ വേണമെങ്കിൽ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോകാമെന്നൊരു അവസ്ഥ മംഗളൂരുവിലുണ്ടോ? അതിനെ പോലീസ് എങ്ങനെയൊക്കെയാണ് നേരിടുന്നത്?
തീർച്ചയായും ശ്രീജ, മംഗളൂരു പരിസര പ്രദേശങ്ങളിൽ ഇപ്പോഴും സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടില്ല. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. പക്ഷേ ഈ കൊലപാതകവുമായി നേരിട്ട് ബന്ധമുള്ളവരാണോ ഇവരെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. 12 മണിക്ക് സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരൂ. എന്തായാലും നിലവിൽ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. കൃത്യമായി പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ കൊലപാതകം നടത്തിയ 6 പേരാണ് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത്. അവരെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അറസ്റ്റ് മറ്റു നടപടികളൊന്നും ഇതുവരെ നമുക്ക് ഒരു വ്യക്തത പോലീസിന്റെ ഭാഗത്ത് ലഭിച്ചിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മംഗളൂരുവിൽ വീണ്ടും ഒരു രാഷ്ട്രീയ അക്രമങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് അതീവ ജാഗ്രത തുടരുകയാണ്. 5 SP-മാർക്ക് മംഗളൂരു നഗരത്തിന്റെ പ്രത്യേക ചുമതല നൽകിയിട്ടുണ്ട്. 1000-ലധികം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ സായുധ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സംഘർഷ സാധ്യത മേഖലകളിലാണ് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുള്ളത്. ഏതായാലും ഇനിയൊരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള വലിയ ജാഗ്രതയിലാണ് പോലീസ് ഉള്ളത്. ഏതായാലും സുഹാസ് ശെട്ടിയുടെ കൊലപാതകം NIA അന്വേഷിക്കുന്ന ഒരു ആവശ്യവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നലെയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു ഹർത്താൽ ഈ മംഗളൂരുവിൽ ഉണ്ടായിരുന്നത്. വലിയ തോതിൽ അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഈ ബസ്സുകൾക്ക് നേരെ കല്ലേറും അതുപോലെ ചെറിയ ചെറിയ അനിഷ്ട സംഭവങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്ന് ഒരുപാട് ആളുകളാണ് ഇപ്പോൾ വിളിക്കുന്നത്. ഈ മംഗളൂരുവിൽ നിരവധി പേർ മലയാളികൾ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കോളേജുകളിൽ ഒക്കെ പോയവർക്ക്. ഏതായാലും ഇന്ന് വാഹനങ്ങളെല്ലാം തന്നെ ഇന്ന് ഓടുന്നുണ്ട്. യാത്രയ്ക്ക് തടസ്സങ്ങളൊന്നുമില്ല. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നാണ് പോലീസ് നിർദ്ദേശിക്കുന്നത്. ഏതായാലും ഈ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു വരാനും മറ്റും സൗകര്യങ്ങളുണ്ട്. പോലീസ് അത്തരത്തിൽ വലിയ തോതിലുള്ള സുരക്ഷ നഗരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലാണ് ഈ മംഗളൂരുവിൽ ഈ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത്. ഇന്നലെ 3 പേർക്ക് വെട്ടേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ബണ്ടുവാളിലും BC റോഡിലും ഉടുപ്പിയിലുമാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. എന്നാൽ ഇവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല. എന്തായാലും സുരക്ഷ ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് സുരക്ഷ ശക്തമാക്കുന്നത്. ADGP നേരിട്ട് മംഗളൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. പ്രത്യേക യോഗങ്ങൾ ചേരുന്നുണ്ട്. ഏതായാലും ഈ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഇവിടെ നിന്നും വരുന്നതിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമില്ല. ഇന്ന് വാഹനങ്ങളെല്ലാം തന്നെ ഓടുന്നുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളും തുറന്നിട്ടുണ്ട്. പക്ഷേ ആളുകൾ ഈ ടൗണിൽ വലിയ ആൾത്തിരക്ക് ഇല്ല. കാരണം ഒരു ഭയം എല്ലാവരുടെ ഉള്ളിലുണ്ട്. കാരണം ഏത് സമയത്തും വലിയ ഒരു സംഘർഷത്തിൽ കടക്കുമെന്നൊരു ആശങ്കയുണ്ട്. ഇതിന് പോലീസ് കൃത്യമായി ഇത്തരം അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി വലിയ തോതിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലൊക്കെ പ്രചരണം നടത്തുന്നുണ്ട്. അത്തരക്കാർക്കെതിരെ നടപടി ആരംഭിച്ചിട്ടുണ്ട്. 20ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതായത് ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം വഴി ഇത്തരത്തിൽ വ്യാപകമായി പോസ്റ്റുകൾ പ്രചരിപ്പിച്ചാണ് ഇവർക്കെതിരെ കേസെടുത്തത്. അതുപോലെ ഇന്നലെ ഹർത്താലിനിടെ ഒരു 2 ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായിരുന്നു. ഈ സംഭവത്തിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏതായാലും നടപടികൾ പോലീസ് ശക്തമാക്കുന്നുണ്ട്. അതീവ ജാഗ്രതയിലുമാണുള്ളത്. ഈ 7 പേര് കസ്റ്റഡിയിലുള്ളവർ ഇതുമായി ബന്ധപ്പെട്ടാണോ എന്നറിയില്ല. പക്ഷേ അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ മംഗളൂരു പോലീസ് ഉള്ളത്. സ്വാഭാവികമായ അതിർത്തിയിലും അതിനനുസരിച്ച് ജാഗ്രതയുണ്ട്. മറ്റു വാർത്തകളിലേക്ക് പോകാം. സംവിധായകർ പ്രതികളായ കഞ്ചാവ് കേസിൽ ഛായാഗ്രാഹകൻ സമീർ താഹിറിനെ വൈകാതെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് സമീർ താഹിറിന് എക്സൈസ് നൽകി. സംവിധായകർക്ക് കഞ്ചാവ് എത്തിച്ച് നൽകിയ ആളെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ലഭിച്ചെങ്കിലും ഇയാളെ കണ്ടെത്താനായിട്ടില്ല. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, സമീർ താഹിറിനെ ചോദ്യം ചെയ്യുന്നത് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് യാദൃച്ഛികമായി ഇവർ 2 പേർ അവിടെ എത്തിയതാണോ, മറിച്ച് ഇത് സ്ഥിരമായി അവിടെ നടക്കുന്ന ഒരു ലഹരി ഉപയോഗത്തിന്റെ ബാക്കിയാണോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഏത് തരത്തിലാണ് ഇപ്പോൾ എക്സൈസ് ഈ കേസിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്? ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരിലേക്ക് എത്താൻ എക്സൈസിന് ഇനിയും കഴിഞ്ഞിട്ടില്ലേ? ശ്രീജ, കഴിഞ്ഞ ദിവസം സമീർ താഹിറിന് ചോദ്യം ചെയ്യലിനുള്ള സമൻസ് എക്സൈസ് അയച്ചിട്ടുണ്ട്. അത് രജിസ്റ്റേർഡ് ആയിട്ടാണ് അയച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് അത് കൈപ്പറ്റി എന്നാണ് എക്സൈസിന് ലഭിക്കുന്ന വിവരം. അപ്പോൾ ഉടനടി തന്നെ സമീർ താഹിറിന്റെ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 2 സംവിധായകന്മാരെയും ഈ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയ സാഹചര്യത്തിൽ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഈ ഫ്ളാറ്റുമായി കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എക്സൈസിന് ലഭിക്കുന്ന വിവരം. കാരണം ഇവിടെ സംവിധായകർ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുകയും
ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷനെ തുടർന്നായിരുന്നില്ല എക്സൈസ് അവിടെ പരിശോധനയ്ക്ക് എത്തിയത്. ഒരു ഓസ്ട്രേലിയൻ പ്രവാസി ഇവിടെ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞതിന് ശേഷമാണ് ഈ ഷാലിഖ് മുഹമ്മദ് എന്ന് പറയുന്ന ഇവരുടെ ഒപ്പം അറസ്റ്റിലായ ആള് പ്രവാസിയാണ്. ഇയാളാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് എക്സൈസിന് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇയാൾക്ക് എവിടെ നിന്നും കഞ്ചാവ് കിട്ടി എന്നുള്ള ആളെക്കുറിച്ചുള്ള വിവരം എക്സൈസിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ആരാണെന്നുള്ള വിവരങ്ങൾ എക്സൈസ് തൽക്കാലം പുറത്തു പറയുന്നില്ല. അത് അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ള നിഗമനത്തിലാണ് എക്സൈസ് ഉള്ളത്. എന്തായാലും ഈ ഫ്ളാറ്റുമായി കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ പരാതികളുണ്ടായി. ഇവിടെ നിരന്തരം ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സിനിമാ പ്രവർത്തകർ ഇവിടെ സിനിമാ ചർച്ചകൾക്കായി വന്നുപോകാനുള്ള ഫ്ളാറ്റാണ്. ഇവിടെ ലഹരിയുടെ ഉപയോഗം കൂടുതലാണ് എന്നുള്ള തരത്തിലുള്ള നിരീക്ഷണങ്ങളും ആരോപണങ്ങളും നേരത്തെ മുതലേ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ ഫ്ളാറ്റ് നേരത്തെ 2 മാസം മുൻപേ തന്നെ നിരീക്ഷണത്തിലായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ സംവിധായകരെ പിടികൂടുമ്പോൾ പോലും എക്സൈസ് ഇൻസ്പെക്ടർക്ക് അതുമായി ബന്ധപ്പെട്ട ഇത് സംവിധായകരാണെന്നോ എന്നുള്ള വിവരം ലഭിച്ചിരുന്നില്ല. മാത്രമല്ല ഖാലിദ് റഹ്മാൻ മഞ്ഞുമൽ ബോയ്സിൽ താൻ ഡ്രൈവറുടെ വേഷം ചെയ്തിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ അന്വേഷണത്തെ, അതായത് തന്നിലേക്കുള്ള തന്നെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാത്ത തരത്തിലേക്കുള്ള അന്വേഷണം തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു എന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പിന്നീട് പറയുകയുണ്ടായി. അത്തരത്തിൽ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിനുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടിയായിട്ടാണ് 1.5 ഗ്രാം കഞ്ചാവേ പിടിച്ചിട്ടുള്ളൂ. പക്ഷേ അത് സ്റ്റേഷൻ ജാമ്യത്തിൽ പോകുന്ന കേസ് രജിസ്റ്റർ ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്ന വകുപ്പ് തന്നെയാണ് ഉള്ളതെങ്കിൽ പോലും ഇത് ഒരു വലിയ ഗുരുതരമായ വീഴ്ചയായിട്ടാണ് സിനിമാ മേഖല ഇതിനെ കാണുന്നത്. പിന്നീട് അതിനെ തുടർന്ന് ടെക്നീഷ്യന്മാർക്കെതിരെ സജി നന്ദ്യാടന്റെ കമന്റ് വരികയും അതിനെതിരെ ഫെഫ്ക പ്രതികരിക്കുകയും പിന്നീട് ഫിലിം ചേംബർ മീറ്റിംഗ് ആ കാര്യം ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സിനിമാ മേഖലയിൽ തന്നെ വലിയ ചർച്ചയാവുന്ന രീതിയിലേക്കായിരുന്നു സംവിധായകരെ കഞ്ചാവുമായി പിടികൂടിയ സാഹചര്യം. പക്ഷേ ഈ പറഞ്ഞതുപോലെ 1.5 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയതെങ്കിലും, അതായത് അളവിൽ വളരെ കുറവായ ഒരു അളവിൽ വളരെ കുറവാണ് കഞ്ചാവ് പിടികൂടിയതെങ്കിൽ പോലും അവരുടെ കൈവശം ഈ കഞ്ചാവ് പൊടിക്കാനുള്ളതും അത് വലിക്കാനുള്ളതുമായ ഉപകരണങ്ങൾ കണ്ടെത്തിയത് കുറച്ചുകൂടി ആ പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് ശരി ആജ്ഞ. ഇതോടൊപ്പം മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ആജ്ഞ നൽകും. ഇത്തരം ഉപകരണങ്ങൾ ഉള്ളത് അത് കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസമാണ് കൈക്കൂലി കേസിൽ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എ സ്വപ്ന അറസ്റ്റിലായത്. ഇവരുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് വിജിലൻസ്. ആജ്ഞ, ഈ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്നറിയണം. മുൻപ് നൽകിയ ബിൽഡിംഗ് പെർമിറ്റുകളിൽ ഇത്തരത്തിൽ എന്തെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടോ, അതിന് പൈസ വാങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ അറിയണം. അപ്പം എങ്ങനെയാണ് ഈ അന്വേഷണവുമായി ഇപ്പോൾ വിജിലൻസ് മുന്നോട്ട് പോകുന്നത്? ശ്രീജ, ഈ സ്വപ്ന ഇതുമായി ബന്ധപ്പെട്ട, അതായത് ബിൽഡിങ്ങുകൾക്ക് പെർമിറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കൈക്കൂലി കേസിൽ പിടിയിലാകുമ്പോൾ തന്നെ നേരത്തെ തന്നെ സ്വപ്ന ഈ അസൈൻമെന്റുമായി ബന്ധപ്പെട്ട ഇത്തരം ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് വിജിലൻസ് പരിശോധിച്ചു വരുന്നത്. അത് മാത്രമല്ല, സ്വപ്ന അവിടെ ഗ്രേഡ് 1 ഓവർസിയർ ആണ്. അവരുടെ അതായത് ബിൽഡിംഗ് സെക്ഷനിലേക്ക് വന്നതിന് ശേഷമുള്ള ഈ അസൈൻമെന്റുകൾ എത്രത്തോളം ദുരൂഹമായിരുന്നു എന്നുള്ള കാര്യമാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അവരെത്രത്തോളം സമ്പാദിച്ചിട്ടുണ്ട്, അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ, മുൻപ് ഇത്തരം കൈക്കൂലി കേസുകളിൽ പെട്ടിട്ടുണ്ട്. കൈക്കൂലി കേസുകളിൽ നിന്നുള്ളതല്ല, ബിൽഡിംഗ് പെർമിറ്റ് നൽകാൻ മുൻപ് ഇങ്ങനെ കൈക്കൂലി വാങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. സ്വപ്നയുടെ ഔദ്യോഗിക കാലഘട്ടം മുതൽ ഇങ്ങോട്ട് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും വിജിലൻസ് അന്വേഷിക്കുകയാണ്. എന്തായാലും സ്വപ്ന ഈ പ്രശ്നത്തെ തുടർന്ന് നഗരസഭാ ചെയർമാന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇപ്പോൾ സസ്പെൻഷനിലാണ്. മാത്രമല്ല റിമാൻഡിൽ ആയ ഇപ്പോൾ ജയിലിലാണ് ഉള്ളത്. എന്തായാലും വിജിലൻസ് വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ അന്വേഷണ പുരോഗതി ഉണ്ടാകും ഈ കേസിലെന്നാണ് വിജിലൻസിന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. സംസ്ഥാനത്ത് ഇന്നലെ ഉച്ചതൊട്ട് വലിയ മഴ പെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിലും ആ മഴ തുടരും. ചൊവ്വാഴ്ച വരെയാണ് മഴയ്ക്ക് കാലാവസ്ഥാ കേന്ദ്രം സാധ്യത പ്രവചിക്കുന്നത്. തലസ്ഥാന നഗരത്തിൽ ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിൽ പലയിടങ്ങളും വെള്ളത്തിനടിയിലായി. യാത്രക്കാരെ കാര്യമായി മഴ വലച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം മണിക്കൂറുകൾക്കകം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളൊക്കെ ഏതാണ്ട് മഴ പെയ്ത ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും തിരുവനന്തപുരം നഗരത്തിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അവസ്ഥയിലായിരുന്നു. പലയിടത്തും ഹെൽമറ്റുകളൊക്കെ ഒഴുകി നടക്കുന്നത് കാണാമായിരുന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അതിശക്തമായ മഴയാണ് പെയ്തത്. വെള്ളായണിയിൽ ഒരു 77 സെന്റിമീറ്റർ മഴയൊക്കെ പെയ്തതായി കണക്കുകൾ പറയുന്നു. അതായത് അതിശക്തമായ വേനൽ മഴയ്ക്കാണ് ഇന്നലെ
തിരുവനന്തപുരം നഗരം സാക്ഷ്യം വഹിച്ചത്. വടക്കൻ കേരളത്തിലും കാര്യമായി മഴ പെയ്തു. വലിയ തോതിൽ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. വിവാദമൊഴിയാതെ വിഴിഞ്ഞം. വിഴിഞ്ഞം രാജ്യത്തിന്റെ വികസന കവാടമാകുമെന്നതിലും തുറമുഖ പദ്ധതിയിലൂടെ നിരവധി പേർക്ക് ജോലി ലഭിക്കുമെന്നതിലുമൊന്നും ആർക്കും സംശയമില്ലെങ്കിലും പരിസര പ്രദേശത്ത് മറ്റു തരത്തിലുള്ള വികസനം എപ്പോഴുണ്ടാകുമെന്നതിൽ ആർക്കും ഒരു വ്യക്തതയില്ല. നിലവിൽ മദർഷിപ്പുകൾ തുറമുഖത്തെത്തുകയും ഫീഡർ കപ്പലുകളിൽ മറ്റിടങ്ങളിലേക്കുള്ള ചരക്ക് നീക്കം നടത്തുകയും ചെയ്യുന്ന രീതിയാണുള്ളത്. ഇതിലൂടെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും അദാനി ഗ്രൂപ്പിനും വരുമാനമുണ്ടാവും. പക്ഷേ റോഡ്, റെയിൽ മാർഗങ്ങളിലൂടെ ചരക്ക് നീക്കം സാധ്യമാവുമ്പോൾ മാത്രമേ പരിസര പ്രദേശങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലൊരു വികസനമുണ്ടാവും. വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രതീക്ഷിച്ച പോലെ വരുമാനം ലഭിക്കുമെന്നത് ഉറപ്പാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും അദാനി ഗ്രൂപ്പിനും പദ്ധതിയിലൂടെ വരുമാനം ലഭിക്കും. എന്നാൽ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിച്ചാൽ മാത്രമേ സാമാന്യ ജനത്തിന് നേരിട്ട് വരുമാനം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാവുകയുള്ളൂ. ഇവിടെയാണ് അനിശ്ചിതത്വം തുടരുന്നത്. തുറമുഖ പദ്ധതി പ്രദേശമായ മുല്ലൂരിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ളതും ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്നതുമായ റോഡ് 10 കൊല്ലമായിട്ടും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിശ്ചിത കാര്യങ്ങൾ നിശ്ചിത സമയത്ത് ചെയ്യാനാണ്. പക്ഷെ 10 വർഷം കിട്ടിയിട്ട് ഇവർക്കൊരു റോഡ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നിടത്ത് അവിശ്വസനീയമാണ്. പുറം ലോകം അറിഞ്ഞാൽ നമ്മളെയൊക്കെ അപമാനിക്കും. നിങ്ങൾ 1.5 കിലോമീറ്റർ റോഡിൽ എന്റെ അറിവിൽ ഇപ്പോൾ ഒരു 100-150 മീറ്റർ കൂടിയേ ബാക്കിയുള്ളൂ. 100-150 മീറ്റർ കണക്ട് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നത് ഈ എന്താണ് ബുധനിലും ചന്ദ്രനിലും ഒക്കെ ആളെ വിട്ടിരിക്കുന്ന ഒരു ലോകത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എവിടെയാണ് തടസ്സം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. റിംഗ് റോഡിന്റെ അവസ്ഥയാണെങ്കിൽ ഇതിലും കഷ്ടമാണ്. ഭൂമി ഏറ്റെടുത്ത് വിജ്ഞാപനമിറക്കുകയും ഉടമകളിൽ നിന്ന് രേഖകൾ വാങ്ങുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഇതുവരെ നഷ്ടപരിഹാരം പോലും നൽകിയിട്ടില്ല. വളരെ സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഒളിവിലാണെന്നാണ് പുള്ളി എനിക്ക് എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട് എന്തോ സ്ഥലം ഗവൺമെന്റിന് സറണ്ടർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ലോൺ എടുക്കാൻ പറ്റും, എന്തോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവിതത്തിൽ ഒളിവിൽ പോകേണ്ട ഒരു അവസ്ഥ ഞാൻ വേണേൽ നിങ്ങൾക്ക് തരാം, അത് കാണിക്കണമെങ്കിൽ തരാം. ഒളിവ് ജീവിതം നയിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ശപിക്കുകയാണ്. ഈ നമ്മുടെ തുറമുഖത്ത് അദ്ദേഹം ശപിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരാൾ നമ്മുടെ തുറമുഖത്തെ ശപിക്കുന്നത് ഞാൻ കേൾക്കുന്നത്. ആരാണ് കാരണക്കാരൻ? ഈ റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ലാൻഡ് എല്ലാം ഫ്രീസ് ചെയ്ത് ബാങ്കിലും വെക്കാൻ പറ്റില്ല, 5 സെന്റ് വിൽക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു സമൂഹത്തെ മുഴുവൻ ശത്രുക്കളാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു സമീപനം. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ നീളുന്ന റിംഗ് റോഡിൽ സർക്കാരിന്റെ മാത്രം 10-ലധികം വൻകിട പദ്ധതികളാണ് ആലോചനയിലുള്ളത്. ഈ പദ്ധതികൾ യാഥാർത്ഥ്യമായാൽ സ്വകാര്യ മേഖലയിലും ചെറുതും വലുതുമായ നിരവധി സംരംഭങ്ങൾ ഉണ്ടാകും. എല്ലാം ഫയലിൽ ഉറങ്ങിയാൽ വിഴിഞ്ഞം പദ്ധതി പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ കഴിയില്ലെന്ന് ചുരുക്കം. ബാലരാമപുരം വരെ നീളുന്ന ഭൂഗർഭ റെയിൽപാതയുടെ കാര്യത്തിലും കാര്യമായ പുരോഗതി ഇതുവരെ ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. വിഴിഞ്ഞത്തെ നേരത്തെ പറഞ്ഞതുപോലെ വിവാദ തിരകൾ അത്ര പെട്ടെന്ന് അടങ്ങുന്നില്ല. ഇന്നും ദേശാഭിമാനിയുടെ മുഖപ്രസംഗം ഉൾപ്പെടെ BJPക്കെതിരെയുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ഒപ്പം ശശി തരൂർ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയാത്തതിലുള്ള അതൃപ്തി പ്രകടിപ്പിക്കുന്നു. ഇതുപോലെ പശ്ചാത്തലത്തിൽ മറ്റു കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ ആ വിവാദങ്ങളൊക്കെ ഇനിയും തുടരുമെന്ന് ഉറപ്പാണ്. നമുക്ക് വിശദമായ കാര്യങ്ങളെല്ലാം പരിശോധിക്കാം. കോഴിക്കോട്ടെ കാര്യം പരിശോധിക്കാം. ന്യൂസ് 10 TG സജിത് ചേരും. രാവിലെ പൂർണ്ണമാകും.